ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടി ഇംഗ്ലീഷാണ്. കുട്ടി ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് കുട്ടി ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ഭാഗമാണ് ചെയ്യുന്നത്. ഓൾറെഡി 5 ഭാഗങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തു. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ തന്നെയും കുറേ ആളുകൾ ചിലപ്പോൾ പുതിയതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുക, ചാനൽ കാണുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ ഞാൻ കുട്ടി ഇംഗ്ലീഷ് എന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിലെ 2-3 വാക്കുകൾ ചേർത്ത് വെച്ച് പറയുന്ന ചില വാചകങ്ങൾ. ഓക്കെ, അത് ചിലപ്പോൾ സെൻറ്റൻസസ് ആകാം, ഫ്രേസസ് ആകാം, മറ്റു പലതും ആകാം. ഓക്കെ, നമ്മൾ എന്തിനാ അത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് വലിയ സെൻറ്റൻസസ് പറയാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ചെറിയ സെൻറ്റൻസസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ പല സിറ്റുവേഷനുകളിൽ അത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളൊരു തോന്നലും വന്നു തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓക്കെ, ബുക്കും പേനയും എടുത്തോ, പതിയെ പതിയെ എഴുതാൻ തുടങ്ങിക്കോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് വലിയ സമയം കളയാതെ പോവാം. 1ാമത്തെ സെൻറ്റൻസാണ് വേറെ എന്തെങ്കിലും. നമ്മൾ ഇടയ്ക്ക് ലൈഫിൽ ചോദിക്കും ഇല്ലേ, ഇത് എല്ലാ ദിവസമൊക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ത് വേറെ എന്തെങ്കിലും വേണോ, വേറെ എന്തെങ്കിലും നമ്മൾ ചോദിക്കും അല്ലേ. വേറെ എന്തെങ്കിലും എന്നെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? എനിത്തിങ് എൽസ് അല്ലേ, സിമ്പിളാണ്. അത് 2 വാക്കുള്ളൂ. എങ്ങനെയാണ്? എനിത്തിങ് എൽസ്, എനിത്തിങ് എൽസ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും വേണോ, വേറെ എന്തെങ്കിലും എന്നാണ് നമ്മൾ ചോദിക്കണത്. എങ്ങനെ? എനിത്തിങ് എൽസ്. ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. എനിത്തിങ് എൽസ്, വേറെ എന്തെങ്കിലും. ഇനി നമുക്ക് 2ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അവനിത് കൊടുക്ക്, അവന് ഇത് കൊടുക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ പലപ്പോഴും പറയും ആ പേന അവന് കൊടുത്തേ, അല്ലെങ്കിൽ ആ കാശ് അവന് കൊടുത്തേ, അല്ലെങ്കിൽ ആ ഭക്ഷണം ഒന്ന് അവന് കൊടുത്തേ, ഇത് അവനൊന്ന് കൊടുത്തേ എന്ന് പറയും അല്ലേ. ഓക്കെ, ഇത് അവനൊന്ന് കൊടുക്കൂ എന്നെങ്ങനെ പറയാം? ഗിവ് ഇറ്റ് ടു ഹിം. ഓക്കെ, ഗിവ് ഇറ്റ് ടു ഹിം. ഓക്കെ, ഗിവ് ഇറ്റ് ടു ഹിം. ഓക്കെ, ഇത് അവനൊന്ന് കൊടുത്തേ, ഗിവ് ഇറ്റ് ടു ഹിം. ഓക്കെ, ഇത് അവന് കൊടുക്കൂ, ഗിവ് ഇറ്റ് ടു ഹിം. ഇനി നമുക്ക് 3ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഓക്കെ, എനിക്ക് അവനെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് പറയാം? ഐ ലൈക്ക് ഹിം, ഐ ലൈക്ക് ഹിം. ഓക്കെ, വളരെ സിമ്പിളാണ് അല്ലേ. ഐ ലൈക്ക് ഹിം, എനിക്ക് അവനെ ഇഷ്ടമാണ്. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? ഐ ലൈക്ക് ഹർ. ഓക്കെ, വെരി സിമ്പിളാണ്. ഹിമ്മും ഹെറും. ഓക്കെ, ഐ ലൈക്ക് ഹിം. ഓക്കെ, എനിക്ക് അവനെ ഇഷ്ടമാണ്. ചില ആളുകളുടെ വളരെ നല്ല സ്വഭാവമൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഓക്കെ അവൻ നല്ല പയ്യനാണ്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അവൻ നല്ലൊരു പയ്യനാണ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള പയ്യനാണ്, എനിക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനെ പറയാം? ഐ ലൈക്ക് ഹിം. ഇനി നമുക്ക് 4ാമത്തെ സെൻറ്റൻസിലേക്ക് പോയാലോ. 4ാമത്തെ സെൻറ്റൻസ് നമ്മൾ ചില അമ്മിളികളൊക്കെ പറ്റിക്കഴിയുമ്പോൾ ചിലപ്പോൾ പറയാറുള്ളതാണ്. ഓക്കെ, നമ്മൾ ചില അമ്മിളിയൊക്കെ പറ്റിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത വഴിക്ക് കൂട്ടുകാരനോട് ചോദിക്കും, എടാ ആരെങ്കിലും കണ്ടാ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ വളരെ ചിരിച്ച് ഗമ്മയിൽ പറയും, എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? വെരി സിമ്പിൾ. എങ്ങനെയാണെന്ന് അറിയോ? എവ്രി വൺ സോ ഇറ്റ്, എവ്രി വൺ സോ ഇറ്റ്. ഓക്കെ, എല്ലാവരും കണ്ടു, എല്ലാവരും കണ്ടു എന്ന് പറയാണ്. എങ്ങനെ? എവ്രി വൺ സോ ഇറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എവ്രി വൺ സോ ഇറ്റ്, എല്ലാവരും കണ്ടു. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ ഒരു അമ്പിളിക്ക് പെട്ടേമല്ലാതെ നമുക്ക് പറയാം എവ്രി വൺ സോ ഇറ്റ്. ഓക്കെ, എല്ലാവരും കണ്ടു. ഞാൻ കരയാറില്ല. ഓക്കെ, 5ാമത്തെ സെൻറ്റൻസ് ആണോ. ഞാൻ കരയാറില്ല. ഓക്കെ, നമ്മൾ ഭയങ്കര ധീരന്മാരാണ്, ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം പറയും. ഓക്കെ, ഇങ്ങനെ ഞാൻ കരയാറില്ല, എന്നിട്ട് മൂക്കുമുട്ട കരയുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർ വിട്ടു. ഓക്കെ, ഞാൻ കരയാറില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് ക്രൈ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഡോണ്ട് ക്രൈ. ഓക്കെ, ഐ ഡോണ്ട് ക്രൈ. ഓക്കെ, 3 വാക്കുള്ളൂ, വളരെ സിമ്പിളാണ്. ഐ ഡോണ്ട് ക്രൈ, ഐ ഡോണ്ട് ക്രൈ. ഇനി നമുക്ക് 6ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഇതുപയോഗിച്ചോ, ഇതുപയോഗിച്ചോ. ഓക്കെ, ചില നമ്മൾ പേനയ്ക്ക് എഴുതിയിട്ട് തെളിയാതെ വരുമ്പോൾ അടുത്തടിക്കുന്ന ആൾ പറയും ഇതുപയോഗിച്ചോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ബുക്ക് ചെയ്യാതെ അടുത്തുള്ള ആൾ പറയും ഇതുപയോഗിച്ചോ. ഓക്കെ, എങ്ങനെ ഇതുപയോഗിച്ചോ എന്ന് പറയാം? ഇതുപയോഗിച്ചോളൂ. നമ്മൾ എപ്പോഴും പറയുന്ന സെൻറ്റൻസാണ് യൂസ് ദസ്, യൂസ് ദസ്. ഓക്കെ, യൂസ് ദസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ഇറ്റ് എന്ന് പറയാം. ഓക്കെ, യൂസ് ദസ്. ഓക്കെ, എന്താ? യൂസ് ദസ്. അപ്പം ഇനി നമുക്കിനി 7ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഞാൻ ഈ സ്പോർട്സിലൊന്നും അത്ര നല്ലതല്ല, എനിക്ക് വലിയ സ്പോർട്സിൽ വലിയ സ്കില്ലുള്ള ആളല്ല എന്നൊക്കെ പറയും ഇല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സ്പോർട്സിൽ ഞാൻ വലിയ സ്കില്ലുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്? ഐ എം ഗുഡ് അറ്റ് സ്പോർട്സ് എന്നാണ് പറഞ്ഞത്. ഐ ആം ഗുഡ് അറ്റ് സ്പോർട്സ്. ഓക്കെ, അപ്പം ഞാൻ സ്പോർട്സിൽ നല്ലതല്ല എന്നിങ്ങനെയാണ് പറയുക? സിമ്പിളാണ്. ഐ എം ബാഡ് അറ്റ് സ്പോർട്സ്. ഓക്കെ, ഐ ആം ബാഡ് അറ്റ് സ്പോർട്സ്. ഓക്കെ, എങ്ങനെ പറയാം? ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു. ഐ എം ബാഡ് അറ്റ് സ്പോർട്സ്. അതെൻ്റെ സഹോദരനാണ്,
അതെൻ്റെ സഹോദരനാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ചോദിക്കണം, ആൾ കാണാനൊക്കെ നല്ല ലുക്കാണുള്ള ആളാരാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അതെൻ്റെ ബ്രദറാണ്. ഓക്കെ, അതെൻ്റെ ബ്രദറാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സൊക്കെ പോലെ പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കിഡിലും പെർഫോമൻസ് ഉള്ള ഇത് ആരാ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അതെൻ്റെ ബ്രദറാണ് എന്ന് പറയും അല്ലേ. അതെൻ്റെ ബ്രദറാണ്, അതെൻ്റെ സഹോദരനാണ് എന്നെങ്ങനെയാണ് പറയുക? ദാറ്റ്സ് മൈ ബ്രദർ. ഓക്കെ, ദാറ്റ്സ് മൈ ബ്രദർ. ഓക്കെ, ദാറ്റ്സ് മൈ ബ്രദർ. ഇനി നമ്മൾ 9ാമത്തെ സെൻറ്റൻസിലേക്ക് പോകട്ടോ. ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം നീ അവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കാരണം അത്രയും ചുമയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചുമയും പനിയൊക്കെ ഒഴിഞ്ഞിട്ടും സമയം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെയാണ് പറയാം? ഐ വാസ് കഫിങ്. ഓക്കെ, ഐ വാസ് കഫിങ്. ഓക്കെ, കഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ചുമ, കഫ് സിറപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. എങ്ങനെ? ഐ വാസ് കഫിങ്. ഓക്കെ, ഐ വാസ് കഫിങ്. ഇത് നമ്മൾ 10ാമത്തേക്ക് കിടക്കാം കേട്ടോ. ഞാനത് കേട്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള കൂട്ടുകാരൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് പറയുമ്പോൾ നമ്മൾ പറയണം ഞാനത് കേട്ടായിരുന്നു. ഓക്കെ, ഞാനത് കേട്ടിരുന്നു എന്നെങ്ങനെയാ പറയാ? ഐ ഹാവ് ഹേർഡ് ദാറ്റ്. ഓക്കെ, ഞാനത് കേട്ടിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാവ് ഹേർഡ് ദാറ്റ്. ഓക്കെ, ഐ ഹാവിനെയാണ് നമ്മൾ ഐ ഹാവ് ഹേർഡ് ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹാവ് ഹേർഡ് ദാറ്റ്. ഇതാരും അറിഞ്ഞില്ല. 11ാമത്തെ സെൻറ്റൻസ് ആണ്. ഇതാരും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. ഓക്കെ, എങ്ങനെ പറയാ? സിമ്പിളാണ്. ഇതിങ്ങനെ പറഞ്ഞാൽ മതി. നോ വൺ ന്യൂ ഇറ്റ്. ഓക്കെ, ഇതാരും അറിഞ്ഞില്ല. നോ വൺ ന്യൂ ഇറ്റ്. ഓക്കെ, നോ വൺ ന്യൂ ഇറ്റ്. അതാരും അറിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയാം. നോ വൺ ന്യൂ ദാറ്റ്. ഓക്കെ, ഇതാരും അറിഞ്ഞിരുന്നില്ലെന്നോ? നോ വൺ ന്യൂ ഇറ്റ്. ഓക്കെ, നോ വൺ ന്യൂ ഇറ്റ്. ഓക്കെ, ഇതാരും അറിഞ്ഞില്ല, അറിയാണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ നടത്തി. എങ്ങനെയാ? നോ വൺ ന്യൂ ഇറ്റ്. ഇനി നമുക്ക് 12ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇത് പുതിയതാണെന്ന് എങ്ങനെയാ പറയാം? എല്ലാവർക്കും അറിയാം, സിമ്പിളാണ്. ദിസ് ഈസ് ന്യൂ. ഓക്കെ, ദിസ് ഈസ് ന്യൂ. ഓക്കെ, ഇത് പുതിയതാണ്. എങ്ങനെയാ പറയാ? ദിസ് ഈസ് ന്യൂ. ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, പഴയ കൊച്ചി തന്നെ. എങ്ങനെ? ഒന്നും മാറിയിട്ടില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നത്തിങ് ചേഞ്ച്ഡ്. ഇത് പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആളുകൾ ഇങ്ങനെ ഗ്രാമങ്ങളിലേക്കൊക്കെ വരും പറയും ഇവിടെ ഒന്നിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയും. നത്തിങ് ചേഞ്ച്ഡ്. ഒന്നും മാറിയിട്ടില്ല. നത്തിങ് ചേഞ്ച്ഡ്. ഇനി നമുക്ക് 14ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എനിക്കൊരു മകളുണ്ട്. ഓക്കെ, ഇപ്പം എനിക്കൊരു മകനുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, എനിക്കൊരു മകളുണ്ട് എന്നൊക്കെ പറയല്ലേ. എനിക്കൊരു മകളുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് എ ഡോട്ടർ. ഓക്കെ, ഐ ഹാവ് എ ഡോട്ടർ. ഓക്കെ, എനിക്കൊരു മകളുണ്ട്. ഇനിയൊരു മകനുണ്ടെന്നോ? ഐ ഹാവ് എ സൺ. ഓക്കെ, ഐ ഹാവ് എ സൺ. ഓക്കെ, ഇപ്പം നമ്മുടെ സെൻറ്റൻസ് എന്താണ്? എനിക്കൊരു മകളുണ്ടെന്നാണ്. ഐ ഹാവ് എ ഡോട്ടർ. ഇനി നമുക്ക് 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അതെന്താ അങ്ങനെ? ഓക്കെ, സ്പെഷ്യലി ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അവർ ചോദിക്കും അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും അല്ലേ. ഇനി നമ്മളും പലപ്പോഴും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ എന്നെങ്ങനെയാണ് ചോദിക്കുക? വൈ സോ. ഓക്കെ, വൈ സോ. ഓക്കെ, സിമ്പിളാ അല്ലേ? ഓക്കെ, വൈ സോ. ഓക്കെ, അതെന്താ അങ്ങനെ? വൈ സോ. അതെൻ്റെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാരുടെയാ എന്ന് ഒരാൾ ചോദിക്കണം. അപ്പോൾ പറയണം അതെൻ്റെയാണ് എന്ന് പറയാണ്. ഓക്കെ, അതെൻ്റെയാണെന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? സിമ്പിളാണ്. ദാറ്റ് ഈസ് മൈൻ. ഓക്കെ, ദാറ്റ്സ് മൈൻ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ദാറ്റ്സ് മൈൻ. അതെൻ്റെയാണ്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. നമ്മൾ ചില കാര്യങ്ങളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പറയാണ് ഞാൻ വെറുതെ ഒന്നും പറയണതല്ല, എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എവിഡൻസ്. ഓക്കെ, ഐ ഹാവ് എവിഡൻസ്. ഓക്കെ, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അപ്പം ഇനി തെളിവുണ്ടെന്നൊന്നും മലയാളത്തിൽ പറഞ്ഞേക്കരുത് കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞേക്കണം. എങ്ങനെ? ഐ ഹാവ് എവിഡൻസ്. എവിടെയാ വേദന? ഓക്കെ, ഒരു വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദിക്കണം എവിടെയാ വേദന എന്ന് ചോദിക്കണം. എന്ന് ചോദിക്കുക എങ്ങനെയാണ്? സിമ്പിളാണ്. വേർ ഇസ് ദ പെയിൻ? എവിടെയാണ്? അവിടെയാണ്? എവിടെയാണ്? പെയിൻ എവിടെയാണ്? വേർ ഇസ് ദ പെയിൻ? എവിടെയാണ് വേദന? അവൾ വീട്ടിലാണ്. ഓക്കെ, 19ാമത്തെയാണ്. അവൾ വീട്ടിലാണോ? ഓക്കെ, ഇങ്ങനെ ചോദിക്കുക. ഈസ് ഷീ അറ്റ് ഹോം? ഓക്കെ, അവൾ വീട്ടിലാണോ? ഈസ് ഷീ അറ്റ് ഹോം? അവൾ വീട്ടിലാണോ? ഇനി നമ്മൾ 20ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം, നമ്മുടെ അവസാനത്തെ സെൻറ്റൻസിലേക്ക്. അത് തെറ്റാണ്. ഇങ്ങനെ പറയാം? ദാറ്റ് ഈസ് റോങ്. ഓക്കെ, ഇങ്ങനെ പറയാം? ദാറ്റ് ഈസ് റോങ്. ഓക്കെ, ദാറ്റ് ഈസ് റോങ്. ഓക്കെ, 20ാമത്തെ സെൻറ്റൻസ് എങ്ങനെ? അത് തെറ്റാണ്. ദാറ്റ് ഈസ്
റോങ്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 കുട്ടി സെൻറ്റൻസസ് ആണ് പഠിച്ചത്. കുട്ടി സെൻറ്റൻസസ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. എഴുതിയെടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരിക. നമ്മളിതൊക്കെ പഠിച്ച് എഴുതി വെച്ചതുകൊണ്ട് മാത്രം നമ്മൾ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവില്ല. ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിരന്തരം നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നിങ്ങൾക്ക് ചുറ്റിനും ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരെ മേക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിങ്ങൾ ഇത്തരം സെൻറ്റൻസസ് പരസ്പരം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, നിങ്ങൾക്കിങ്ങനെ ആരുമില്ല, ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് ചിന്തിച്ചാൽ നമ്മുടെ കൂടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് സംസാരിച്ച് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാൻ ചെയ്തു തരാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.